സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ആരും മൻമോഹൻ സിംഗിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അത് ഏറ്റവും ഒടുവിൽ പിന്നെ വിമർശന വിധേയമായ ഏക ഒരു വിഷയമെന്ന് പറയുന്നത് പെട്രോളിൻ്റെ അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ് മെക്കാനിസം, അതായത് APM എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അതായത് എണ്ണ കമ്പനികൾക്ക് അതാത് ദിവസത്തെ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് അല്ലെങ്കിൽ ആഗോള കമ്പോളത്തിലെ ക്രൂഡിൻ്റെ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് തീരുമാനമെടുക്കാമെന്നുള്ള ഒരു സ്വതന്ത്ര അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായ വിഷയങ്ങളിൽ മൻമോഹൻ സിംഗ് എടുത്തിട്ടുള്ള നിലപാടുകളെയാണ് വിമർശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം അത് കണ്ടിട്ടും മിണ്ടാതിരുന്നു എന്നുള്ള തരത്തിൽ മൗനി ബാബ എന്നുള്ള വിമർശനം അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പോളിസി പാരാലിസിസ് എന്നുള്ളൊരു പുതിയ വാക്ക് തന്നെ അന്ന് അരുൺ ജെയ്റ്റ്ലി രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവന്നതാണ്. അതായത് UPA സർക്കാരിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് നയപരമായി തന്നെ വലിയ മരവിപ്പായിരുന്നു എന്നുള്ളത്. വലിയ തോതിലുള്ള ആരോപണങ്ങൾ നേരിടുന്നു, രാഷ്ട്രീയമായി തിരിച്ചടികൾ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകളിൽ വരുന്നു. ഇതൊന്നും തന്നെ മൻമോഹൻ സിംഗിന് അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള നിയന്ത്രണം അക്കാര്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ കൂടുന്നു, അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയും അതൊരു വലിയ അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായി രൂപപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അണ്ണാ ഹസാരെ പോലുള്ളവർ, അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ളവർ, കിരൺ ബേഡിയെ പോലുള്ളവർ, ഇടതുപക്ഷ നേതാക്കളും BJP നേതാക്കളും ഒക്കെ ഈ അണ്ണാ ഹസാരയുടെ വേദി പങ്കിട്ടിരുന്നു എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതൊരു കോൺഗ്രസ് വിരുദ്ധ ഒരു മൂവ്മെൻ്റായി മാറുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒടുവിൽ UPയുടെ വലിയ തകർച്ചയ്ക്ക് വഴിവെച്ചത്. 44 സീറ്റിലേക്ക് കൂപ്പുകുത്തേണ്ടി വന്നത് എന്ന് മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതിന് മറ്റൊരു വിഷയം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. 2012 സോണിയാഗാന്ധിക്കും അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗിനും വലിയ തോതിൽ അസുഖം ബാധിച്ചിരുന്നു എന്നുള്ളതാണ് മണിശങ്കർ അയ്യർ ഇപ്പോൾ പുറത്തു വരുന്ന ചില അഭിമുഖങ്ങളിൽ പറയുന്നത്. അന്ന് മൻമോഹൻ സിംഗ് ഒഴിയുകയും പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിലുള്ളൊരു തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ അന്ന് കോൺഗ്രസിൻ്റെ തന്നെ പ്രധാന വക്താവായിരുന്ന മണിശങ്കർ അയ്യർ പറയുന്നുണ്ട്. അതായത് പ്രണബ് മുഖർജി ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയായി വന്നിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യം കാണുന്ന ഒരു രാഷ്ട്രീയ മാറ്റം, ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ഈ രാജ്യം പോയ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ ഇന്ന് മണിശങ്കർ അയ്യരുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി വലിയ തോതിൽ തിരിച്ചടിയായത് ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തിരിച്ചടിയായത് നമുക്ക് വേണമെങ്കിൽ വായിക്കാവുന്നത് 2011 മുംബൈ ഭീകരാക്രമണമാണ്. ഈ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ആ ഒരു തിരിച്ചടി പാകിസ്ഥാനിൻ്റെ നൽകിയില്ല എന്നുള്ള തരത്തിലുള്ള വ്യാപകമായ പ്രചരണം ഒരു ധ്രുവീകരണത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ വലിയ തോതിലുണ്ട്. അത് ഒരുപക്ഷെ മൻമോഹൻ സിംഗും ചില ലോക നേതാക്കളുമായിട്ടുള്ള ചർച്ചകളിൽ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വലിയ തോതിലുള്ള ധ്രുവീകരണം അതിന് വഴിവെച്ചിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. അതിനോടൊപ്പം തന്നെ ഈ അഴിമതി ആരോപണങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും ഒരു രാഷ്ട്രീയമായ ഒരു കടിഞ്ഞാൺ മൻമോഹൻ സിംഗിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഏറ്റവും ഒടുവിൽ 2G സ്കാമുമായി ബന്ധപ്പെട്ട് D രാജയെ ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ വലിയ തോതിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ന് പാർലമെൻറ്റിലൊക്കെ വെച്ചിട്ട് അഹമ്മദ് പട്ടേൽ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞത് ഇനിയും ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് പോയാൽ ഞങ്ങളും മുങ്ങും അയാളും മുങ്ങും എന്നുള്ളതാണ്. ഹംബി ഡൂബെങ്കെ ബോബി ഡൂബെങ്കെ എന്നൊരു വാക്ക് അന്ന് അഹമ്മദ് പട്ടേൽ പറഞ്ഞിരുന്നു. അത് ഒരു വളരെ കൃത്യമായ സൂചനയായിരുന്നു. അദ്ദേഹം രാജിവെച്ച് പോകേണ്ടി വരും എന്നുള്ളൊരു സൂചന തന്നെയായിരുന്നു. പിറ്റേ ദിവസം രാജയുടെ രാജി വാങ്ങിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴേക്കും വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി വെച്ചിരുന്നു. അത് വലിയ തകർച്ചയ്ക്ക്. സാമ്പത്തിക ആരോപണങ്ങൾ രണ്ടാം UPA സർക്കാർ കേട്ട സമയത്ത് പോലും ഒരിക്കലും ആ വിമർശനങ്ങൾ വ്യക്തിപരമായി ഡോക്ടർ മൻമോഹൻ സിംഗിന് നേരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ അഴിമതിയുടെ ഒരു തരത്തിലുള്ള കറയും പുരളാത്ത നേതാവ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച്. നേരത്തെ ബസന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. 2004 സോണിയാഗാന്ധി ഞാൻ പ്രധാനമന്ത്രിയാകില്ല എന്ന് തീരുമാനിച്ച ആ സമയത്ത് 2 പേരുകൾ ഉയർന്നു കേട്ടിരുന്നു, പ്രണബ് മുഖർജിയുടേതും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെതും. പിന്നീടാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഡോക്ടർ മൻമോഹൻ